ബാർ മുതലാളിമാരുടെ കൈമുത്തും വാഴൂർ മത്തായിയുടെ കരച്ചിലും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് ഏവർക്കും അറിയാം. എങ്കിലും മനുഷ്യന് കുറഞ്ഞ ചെലവിൽ ഒന്ന് പിമ്പിരിയാകുവാൻ, ഒന്ന് സന്തോഷിക്കുവാൻ ഇതിലും നല്ലൊരു സാധനം ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് മദ്യപാന്മാരുടെ അഭിപ്രായം. അതുപോലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വരുമാനമുണ്ടാക്കുവാൻ കള്ള് കച്ചവടത്തെക്കാളും നല്ലൊരു കച്ചവടം ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല. അതുപോലെ മദ്യപാനികൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് ഉപദേശിക്കുന്ന ഞങ്ങളുടെ കൂതാശ മുതലാളിമാരുടെ വരുമാനത്തിൻ്റെ മുഖ്യ സ്രോതസ്സും മദ്യക്കച്ചവടക്കാരന്മാരുടെയും മദ്യപാനികളുടെയും ആണ്. സർക്കാരിന് കള്ള് കച്ചവടം കൊണ്ട് ധനലാഭം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഞങ്ങളുടെ പള്ളിത്തന്തന്മാർക്ക് ഒരാൾ കള്ളുകുടിയനാകുന്നത് കൊണ്ട് പല പല നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന്, ഒരു കുടിയൻ്റെ കുടുംബം പള്ളിയോടും പാതിരിയോടും വളരെയേറെ അടുക്കുന്നു. കുടിയൻ ഫ്യൂസ് അടിച്ച് കിടക്കുമ്പോൾ ആശ്വസിപ്പിക്കുവാൻ പാതിരിക്ക് വീടിനകത്ത് കയറുവാൻ സുവർണാവസരം കിട്ടുന്നു. കുടിയൻ്റെ കുടുംബങ്ങൾക്ക് സഭാസ്നേഹവും പാതിരി സ്നേഹവും കൂടുന്നു. കൗൺസിലിംഗ്, ഡി അഡിക്ഷൻ തുടങ്ങിയ പല നാമങ്ങളിൽ അവനിൽ നിന്നും സഭാവക ആശുപത്രികൾക്ക് പണം നന്നായി കിട്ടുന്നു. കുടിയനായ ഭർത്താവിനെ അല്ലെങ്കിൽ പിതാവിനെ രക്ഷിക്കണമേ എന്നായിരിക്കും പള്ളിയിൽ വന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഒടുക്കം ഇനി കുടിയൻ മരിച്ചാൽ തന്നെ ശവമടക്ക് നടക്കുമ്പോഴും പള്ളിക്കും പട്ടക്കാരനും ലാഭം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഈ മതങ്ങളുടെയും സഭകളുടെയും ഒക്കെ പ്രസക്തി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ നന്മയുടെ വശം എന്താണ്? ദൈവവിചാരമുള്ള മനുഷ്യൻ തെറ്റുകളിൽ അകപ്പെടാതെ ജീവിക്കും. അവൻ മദ്യപാനം, വ്യഭിചാരം പോലെയുള്ള അസന്മാർഗിക മാർഗങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം. ഇപ്രകാരം തെറ്റുകളിലേക്ക് പോകുന്നവരെ മാതൃകാ ജീവിതം നയിച്ച് പാതിരിമാർ നേർവഴിക്ക് നയിക്കണം. ഇത്തരം തെറ്റുകളിൽ അകപ്പെടാതിരിക്കുവാൻ അവരെ പ്രാപ്തരാക്കും. കേരളത്തിൽ തന്നെ നോക്കുക, എത്ര സഭകളാണുള്ളത്, ഏതൊക്കെ പേരുകളിൽ. ശരി, വളരെ നല്ലത്. പക്ഷേ ഇന്ന് കേരളത്തിലെ ബാർ ഹോട്ടലുകളുടെ കാര്യമെടുത്താൽ ഏറ്റവും കൂടുതൽ ബാർ ഹോട്ടലുകളുടെ ഉടമകൾ സത്യക്രിസ്ത്യാനികളാണ്. അതുപോലെ മദ്യപാന്മാരുടെ കാര്യമെടുത്താലും ഏറ്റവും കൂടുതൽ മദ്യപാനികളും ക്രിസ്ത്യാനികളാണ്. കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ പരസ്യ മദ്യപാനവും ക്രൈസ്തവ കുടുംബങ്ങളിലാണ്. അതുപോലെ തന്നെ മദ്യപാനം കൊണ്ടുള്ള വിവാഹമോചനവും. പക്ഷേ ഇത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ കാര്യമല്ല, പതിറ്റാണ്ടുകളായി നമ്മൾ തുടർന്നു വരുന്ന കാര്യങ്ങളാണ്. ഓർത്തഡോക്സ് സഭയുടെ തലവൻ വാഴൂർ മത്തായിക്ക് പക്ഷേ പെട്ടെന്നൊരു ബോധോദയം ഇന്നലെ ഉണ്ടായി. സർക്കാരിൻ്റെ മദ്യനയം അത്ര ശരിയല്ല എന്ന് കഴിഞ്ഞ 9 കൊല്ലവും അദ്ദേഹം മിണ്ടിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായി, ഒരു പോസ്റ്റ് ഇട്ടു. ഇത് അദ്ദേഹത്തിൻ്റെ PR ടീം എഴുതിയതാണെങ്കിലും മത്തായി 3-ാമൻ്റെ പോസ്റ്റായിട്ടാണ് ജനങ്ങൾ ഇതിനെ കണക്കാക്കുന്നത്. അതൊന്നും ഞാൻ വായിക്കാം. കേരളത്തെ മദ്യവിമുക്തമാക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF സർക്കാർ. LDF വന്നാൽ മദ്യവർജനത്തിനായി ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. ഞങ്ങൾ തുറക്കുന്നത് നിങ്ങൾ പൂട്ടിയ ബാറുകളല്ല, സ്കൂളുകളാണ്. പരസ്യവാചകങ്ങൾക്ക് കേരളം വിപണി താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് മുകളിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന നയവാചകങ്ങൾ. 1-ാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ സംസ്ഥാനത്ത് കേവലം 29 ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അവയുടെ എണ്ണം 1000-ഓടടുക്കുന്നു. മദ്യനയം എന്നത് ജലരേഖയായി മാറുന്നത് ദൈനംദിന വാർത്തകളിലൂടെ മലയാളി കണ്ടുകൊണ്ടിരിക്കുന്നു. വിശപ്പിന് അരി വാങ്ങുവാൻ റേഷൻ കടയിൽ പോയി വിരൽ പതിക്കണം. അതേസമയം മദ്യം വീട്ടുപിടിക്കൽ എത്തിച്ച് തരും. ജോലി കഴിഞ്ഞ് മദ്യപിച്ചെത്തുന്ന ഗൃഹനാഥനെ പേടിച്ച് കഴിഞ്ഞിരുന്ന വീടുകളിൽ ഇനി മുതൽ മദ്യപർക്ക് രാവിലെ മുതൽ കുടിച്ച് കുടുംബം തകർക്കാം. ആരോഗ്യത്തിന് ഹാനികരമായ ഒരു വസ്തുവിനെ ഇത്രയും ലളിതവൽക്കരിച്ച് വീടുകളിലേക്ക് ആനയിക്കുവാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നത് ഒട്ടും ഭൂഷണമല്ല. സർക്കാരിൻ്റെ മദ്യനയം വികലമാണെന്ന് പ്രധാന ഘടകകക്ഷിയായ CPI തന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞു. ഈ നയം കുടുംബാന്തരീക്ഷത്തെ അപകടത്തിലാക്കും, തിരുത്തണം. വീട്ടകങ്ങളിൽ ഭയന്നു കഴിയേണ്ടി വരുന്ന കുഞ്ഞുങ്ങളെയും വീട്ടമ്മമാരെയും ഓർത്ത് തിരുത്തണം. ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ അദ്ദേഹം ഈ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ 100% ഇതിനോട് ഞങ്ങൾ യോജിക്കുന്നു. എന്നാൽ ഇത്രയും കാലം അദ്ദേഹം എന്തിനും മിണ്ടാതിരുന്നു. അടുത്തത് ഒരു UDF സർക്കാരായിരിക്കും എന്ന് മെത്രാന്മാർ ചേർന്നങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഓരോരുത്തരും തങ്ങളുടെ കുഞ്ഞാടുകൾക്ക് വേണ്ട പ്രാതിനിധ്യം ലഭിക്കുവാൻ, UDFനെ സുഖിപ്പിക്കുവാൻ ഇപ്പോൾ മത്സരിച്ച് നടത്തുന്ന പ്രഹസനങ്ങളാണ് ഇതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ലേലം സിനിമയിലെ സോമന്റെ ആ ഡയലോഗ് ഓർത്തു പോകുന്നത്. അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പം തിന്ന് വീഞ്ഞും കുടിച്ച് പ്രകാരം ഒരു പ്രസ്താവന നടത്തുവാൻ ഈ വാഴൂർ മത്തായിക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുവാൻ പോകുന്നത്. ആയിരക്കണക്കിന് അപ്രകാരമുള്ള കാരണങ്ങളിൽ ചിലത് മാത്രം ഞാനൊന്ന് പറയാം. വർഷങ്ങളോളം ഓർത്തഡോക്സ് സഭയുടെ അൽമായ ട്രസ്റ്റി പദവിയിലിരുന്ന MG ജോർജ് മുത്തൂറ്റിനെ നമുക്കറിയാം. രാജ്യത്തെ അതിസമ്പന്നന്മാരിൽ ഒരുവനായിരുന്നു.
അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ സിംഹഭാഗവും ഉണ്ടാക്കിയിരുന്നത് കൊള്ളപ്പലിശയിൽ നിന്നും ബാർ ഹോട്ടൽ വ്യവസായത്തിൽ നിന്നും ആയിരുന്നു. അടിച്ച് കോൺതെറ്റി ഒരു നടിയുമായി പോകുന്ന വഴിക്കാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ പോൾ മുത്തൂറ്റിനെ വഴിയിലിട്ട് കുത്തിക്കൊന്നത്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് ഇയാൾ നിരവധി തവണ പോലീസ് പിടിയിലായിട്ടുണ്ട്. എം ജി ജോർജും അടിച്ച് പൂക്കുറ്റിയായി കാലുതന്നി വീണ് മരിച്ചതാണോ അതോ ആരെങ്കിലും കൊന്നതാണോ എന്ന് ഇന്നും പോലീസിന് കണ്ടുപിടിക്കാനായിട്ടില്ല. സഭയുടെ അൽമായ ട്രസ്റ്റിയെയും അദ്ദേഹത്തിൻ്റെ മകനെയും പോലും ഉപദേശിച്ച് നന്നാക്കുവാൻ ഈ സഭയ്ക്കോ സഭാപിതാക്കന്മാർക്കോ സാധിച്ചില്ല എന്ന് ചുരുക്കം. അതുപോലെ ഈ കള്ളുകച്ചവടത്തിൽ നിന്നും കൊള്ളപ്പലിശയിൽ നിന്നും കിട്ടുന്ന പണമാണ് എല്ലാ കാതോലിക്ക ദിനത്തിലും സ്പെഷ്യൽ കാതോലിക്ക ദിന പിരിവായി ലക്ഷങ്ങൾ കാതോലിക്കയ്ക്ക് മുത്തൂറ്റ് ഗ്രൂപ്പ് കൊടുക്കുന്നത്. കോടികൾ ആവശ്യമുള്ള സമയത്ത് മുത്തൂറ്റ് ഇന്നും സംഭാവനയായി നൽകുന്നത് ഈ പണം തന്നെയാണ്. അത് മേടിച്ച് നക്കുവാൻ മത്തായിക്കോ സഭയ്ക്കോ യാതൊരു കുറ്റബോധവുമില്ല, ഒളിപ്പുമില്ല. മദ്യം വിറ്റ പണം എനിക്ക് വേണ്ട എന്ന് ഇദ്ദേഹത്തിന് പറയുവാനുള്ള ആർജവുമുണ്ടോ? അതുപോലെ മുത്തൂറ്റ് റോയിയുടെ മെത്രാന്മാരുടെ കളിവീട് എന്നറിയപ്പെടുന്ന കാപ്പിക്കോ ബാർ റിസോർട്ട് പൊളിക്കുവാൻ സുപ്രീം കോടതി ഉത്തരവിട്ടപ്പോൾ അത് ദയവായി പൊളിക്കരുതേ, മാന്യന്മാർ മാന്യമായി വ്യഭിചാരത്തിനും മദ്യപാനത്തിനും വരുന്ന ആലയമാണ് അതെന്നും പറഞ്ഞ് കേരളത്തിലെ സകല മെത്രാന്മാരും സംഘം ചേർന്ന് ഒപ്പിട്ടപ്പോൾ അതിൽ ആദ്യ ഒപ്പുകാരൻ മുൻ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക പൗലോസ് ആയിരുന്നു. മുത്തൂറ്റ് ജോർജ് കാറിലിരിക്കുമ്പോൾ ഞങ്ങളുടെ മെത്രാന്മാർ പോയി ജോർജിൻ്റെ കൈയും മുത്തും പറ്റിയാൽ കാലും മുത്തുമായിരുന്നു. വേശ്യാലയം നടത്തുന്നവന്മാരാണെങ്കിലും ശരി, അവൻ കാശുള്ളവനാണെങ്കിൽ ഞങ്ങൾ അവൻ്റെ ചന്തി വേണമെങ്കിലും പോയി ഞങ്ങൾ മുത്തും, പരസ്യമായി. അതുപോലെ കുന്നംകുളം തമ്പി എന്നറിയപ്പെട്ടിരുന്ന രാജ്യാന്തര കുപ്രസിദ്ധ വേശ്യാലയം നടത്തിപ്പുകാരൻ ബാർ വ്യവസായി നമ്മുടെ സഭയുടെ മുഖ്യ ഫണ്ടിങ് സോഴ്സാണ്. അദ്ദേഹത്തിൻ്റെ പണം കൈനീട്ടി മേടിക്കുവാൻ കാതോലിക്കന്മാർക്ക് യാതൊരു എളുപ്പമില്ല. മുൻ കാതോലിക്കയുടെ സ്വന്തം ആളായിരുന്നു ഈ തമ്പി. സഭയെ നയിക്കേണ്ടുന്നത് ആരാണ് എന്ന് പോലും തീരുമാനിക്കുന്നത് ഇവരൊക്കെ ചേർന്നാണ്. അതുപോലെ സഭയുടെ അടുത്ത അൽമായ ട്രസ്റ്റിയാകുവാൻ കച്ചകെട്ടി നിൽക്കുന്ന കോട്ടയം കടയുടെ മുതലാളിയുടേതാണ് കട്ടപ്പനയിലെ ജനകീയ ബാർ ഹോട്ടൽ. അതുപോലെ തിരുവനന്തപുരത്തെ മെത്രാൻ്റെ ബിനാമിക്കും തിരുവനന്തപുരത്ത് ഒരു ബാറുണ്ട്. മാട്ടുക്കട്ടയിലെ കാളവർഗീസ് എന്ന് അറിയപ്പെട്ടിരുന്ന പാതിരി കള്ളം കഞ്ചാവ് മൂത്തപ്പോഴാണ് മകനെ തൊഴിച്ചു കൊന്ന് കാപ്പിമരത്തിൽ കെട്ടിത്തൂക്കിയത്. അന്ന് ഉമ്മൻചാണ്ടി രക്ഷിച്ചതുകൊണ്ട് അകത്തുപോയില്ല. സോമൻ പാതിരി ബീഡിവലി, കള്ളുകുടി, മുറുക്ക് പറയാൻ പോയാൽ 2 ദിവസം എടുത്താലും തീരില്ല. സഭയുടെ മാനേജിംഗ് കമ്മിറ്റി നടക്കുമ്പോൾ ഒരു ബ്രത്ത് അനലൈസർ വെച്ച് ടെസ്റ്റ് ചെയ്ത് അകത്ത് കയറ്റു എന്ന് തീരുമാനമെടുത്താൽ ഒരു 10 പേരിൽ കൂടുതൽ പങ്കെടുക്കുവാൻ ആളുണ്ടാവില്ല. പിന്നെ മത്തായി മൂന്നാമനോട് പറയുവാനുള്ളത്, സർക്കാരിനെ വെറുതെ പഴിചാരുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാമോ? കള്ളു കച്ചവടക്കാരെ സഭയിൽ നിന്നും പുറത്താക്കും, അവരുടെ പണം ഞങ്ങൾ മേടിക്കില്ല. മദ്യപാന്മാരെ സഭയിൽ നിന്നും പുറത്താക്കും, അവരുടെ കുടുംബാംഗങ്ങളെയും പുറത്താക്കും, ഒരു കൂതാശയും അവർക്ക് നടത്തി കൊടുക്കില്ല എന്ന്. മത്തായി മൂന്നാമ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ ഇത്രയും കൂതാശകൾ നടത്തിയിട്ടും കുർബാന കളിച്ചിട്ടും ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടും യുവന പ്രസ്ഥാനം, സ്ത്രീ സമാജം, സൺഡേ സ്കൂൾ, ബാലികാ ബാലസമാജം ഒക്കെ നടത്തിയിട്ടും കുഞ്ഞാടുകൾ കുടിയന്മാരായി പോകുന്നെങ്കിൽ നിങ്ങളുടെ കൂതാശകളുടെ പ്രസക്തി എന്താണ് എൻ്റെ മത്തായി മൂന്നാമ? അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളും പരസ്യമായി 2 ചെറുത് ദിവസവും അടിക്കുക. നല്ലതാ, നിയന്ത്രണമാണ് വേണ്ടുന്നത്, അല്ലാതെ ഭയമല്ല. മാട്ടയടി പാടില്ല എന്ന് കുഞ്ഞാടുകളെ പഠിപ്പിക്കുക, റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് അവരെ പഠിപ്പിക്കുക. ജവാൻ റമ്മിന് കൂതാശയുടെ 100-ൽ ഒരംശം പോലും ലഹരിയില്ല എന്ന് കുഞ്ഞാടുകളെ പഠിപ്പിക്കുക. സൈഡ് എഫക്റ്റും ഇല്ല, പോക്കറ്റും കാലിയാകില്ല. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. ലോകത്ത് ഏറ്റവും നല്ല മദ്യം ഏറ്റവും കുറഞ്ഞ ചെലവിൽ കിട്ടുന്നത് എവിടെയാണെന്നറിയാമോ? അങ്ങ് റോമിലാണ്. റോമിൽ, വിശുദ്ധ നഗരത്തിൽ. അത് മറക്കേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.